ഹലോ ഗൈസ്, കോട്ടയം ജില്ലയിലെ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്ര മനോഹരമായ ഒരു സ്പോട്ട് ഉണ്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് അറിഞ്ഞത്. ഫോട്ടോഷൂട്ടിനും നല്ല കിടിലൻ ആംബിയൻസ് ആസ്വദിക്കുന്നവർക്കും അതുപോലെ തന്നെ കപ്പിൾസിനും പോകാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണിത്. ഞങ്ങൾ കോട്ടയത്തു നിന്ന് മോസ്കോ കവല വഴി ഇപ്പോൾ തിരുവഞ്ചൂർ കവലയിൽ എത്തിയിരിക്കുകയാണ്. തിരുവഞ്ചൂർ കവലയിൽ നിന്ന് ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. വലത്തുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ 4 മണിക്കാറ്റ് വഴി മണർകാട്ടിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പുണ്ട്. പെട്രോൾ അടിക്കേണ്ടവർക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവായത് കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് ഇവിടെ കയറി. അങ്ങനെ ഞങ്ങൾ പമ്പിൽ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ്. തിരുവഞ്ചൂരിലെ പ്രശസ്തമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ പൂവത്തുമൂട് ജംഗ്ഷനിലാണ് എത്തിച്ചേരേണ്ടത്. നമ്മളിപ്പോൾ പൂവത്തുമൂട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഈ വലത്തോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ. ചെറിയൊരു വഴിയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. ടൗണിലെ തിരക്കുകളെല്ലാം മാറ്റി ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് കയറി പോകുന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ തോന്നുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പോട്ട്, തണലോരം. തണലോരത്തിന്റെ ഔട്ട്ലുക്ക് തന്നെ കണ്ടിട്ട് ഇതൊരു കിടിലൻ പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിരുവഞ്ചൂരുള്ള തണലോരം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. അപ്പം ഞങ്ങളിവിടെ ഒരു വൈകുന്നേരം ആയപ്പം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അടിപൊളി സ്ഥലമാണ്, നിങ്ങളെ കാണിച്ചു തരാവേ. അശു എന്നെ എടുക്കുവാ? അശു എന്നെ എടുക്കുവാ? സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഞങ്ങൾ തണലോരത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ച കാണാന്ന് പറ. അപ്പൊ ഞങ്ങളുടെ പുറകെ വന്നാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ മര്യാദക്ക് പറയടി, അങ്ങനെയല്ല പറയട്ടെ. അപ്പൊ ഗൈസ്, നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് സ്ഥലമൊക്കെ കാണാൻ പറ. എനിക്ക് നീ സീരിയൽ അഭിനയിക്കുന്ന പറയാതെ എന്തായാലും പറ. നിങ്ങളും എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫുൾ കാഴ്ച കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളുടെ കുട്ടി വ്ളോഗർ ആശുമോളുടെ ചളിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓവർ ആക്ടിംഗ് ആണ് അവളുടെ മെയിൻ പരിപാടി. നമ്മുടെ മീനച്ചിലാറിന്റെ തീരത്താണ് തണലോരം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇവിടെ വരുന്ന ആൾക്കാർ ഈ ആറ്റിലിറങ്ങാൻ ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. നല്ല ആഴമുള്ള ചെളിയുള്ള ഏരിയ ആണിത്. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 6 AM to 6 PM ആണെന്ന് തോന്നുന്നു. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ കൊണ്ടുവരുന്നത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുമല്ലോ അല്ലേ? നമ്മൾ കുറച്ച് മുമ്പ് ഒരു ആംബിയൻസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ ആംബിയൻസിന്റെ പീക്ക് ലെവലിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളം ഊഞ്ഞാലുകൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആശു വന്നപ്പോഴേ അവളുടെ എന്റർടൈൻമെന്റിന് പറ്റിയ ഒരു ഊഞ്ഞാല് സെലക്ട് ചെയ്ത് ആടാനും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഫ്രെയിം കണ്ടിട്ട് നിങ്ങൾക്ക് പണ്ട് അനാക്കൊണ്ട ഫിലിമയിലെ ആഫ്രിക്കൻ വനാന്തരങ്ങൾ പോലെ തോന്നുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഗൈസ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത്. എങ്കിൽ പോലും വെയിലിൻ്റെ ഒരു ചെറിയ കണിക പോലും ഇതിനകത്ത് വീഴുന്നില്ല. ഈ ഒരു ഒറ്റ ഫ്രെയിം മാത്രം കണ്ടാൽ മതി ഈ സ്ഥലം എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാകാം. ആശുപോക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഗൈസ് ഇത്. ഈ മുളങ്കാടുകൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലാവുന്നത്. ഇത്ര മനോഹരമായ ഒരു മുളങ്കാട് കോട്ടയം ജില്ലയിൽ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല ഗൈസ്. വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ അറിവ്. അതുകൊണ്ടായിരിക്കും ഇവിടെ കടകളോ മറ്റു എന്റർടൈൻമെന്റ് പർപ്പസുകളോ ഒന്നും തന്നെ കാണുന്നില്ല. എന്നിരുന്നാലും ഊഞ്ഞാലുകൾക്ക് ഇവിടെ യാതൊരു ക്ഷാമവും ഇല്ല ഗൈസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആറൊക്കെ കവിഞ്ഞു കിടക്കുകയാണ് ഗൈസ്. ആ കാണുന്നതാണ് ഏറുമാടം. പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യര് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപാധിയായിരുന്നു ഈ ഏറുമാടം. ഞങ്ങളുടെ ഫോണിലെ വൈഡ് ആംഗിൾ വ്യൂയിലൂടെ കാണുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ കാണുമ്പോൾ തന്നെ ഇത് ഇത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്യാമറ ഒക്കെ എടുത്തെങ്കിൽ പോരെ, നമുക്ക് അടിപൊളി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി തിരിച്ചു പോവാം. വരുന്നുണ്ട്, എന്തോ കാണിക്കാൻ പോവാണ്. ഈ സ്ഥലത്തിന്റെ ഭംഗി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ കേസ്. ഇവിടെ ഒരാൾക്ക് പതുക്കെ പാട്ടൊക്കെ വരുന്നുണ്ടേ. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴയിലെ കൊതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്ക്കണം. പണ്ട് ഞാൻ വലിയൊരു മരം കയറിയായിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ച് ഈ മുളയിലൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ.
ഓ ഈ മോളെ അത്ര പോരാ. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഇതിലൊന്ന് കയറി നോക്കാം. അതിന്റെ ഇടയ്ക്ക് ഈ കുരിപ്പ് ഇത് എവിടുന്ന് വന്നു? യശോദേ ഗൈസ്, അപ്പൊ നമ്മുടെ തണലോരത്തുനിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് തണലോരം. എല്ലാവരും വരിക, ഫാമിലി ആയിട്ട് വരിക, ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യുക. വിശന്നിട്ടാണോ എന്ന് അറിയാൻ മേല. ആശുമോളുടെ തിരിച്ചുപോക്ക് ഇച്ചിരി സ്പീഡായിട്ടുണ്ട്. ഇനി അവൾക്ക് വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ മേല. ഏതായാലും അവൾ എവിടം വരെ പോകുന്നു നോക്കട്ടെ. ഗൈസ്, ഞങ്ങൾ തണലോരത്തുനിന്ന് തിരിച്ച് തിരുവഞ്ചൂർ കവലയിൽ എത്തിയപ്പോഴാണ് നമ്മുടെ ആശുമോളുടെ മനസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായത്. അവൾക്ക് ഇനി ഇവിടുന്ന് 4 മണിക്കാറ്റ് കൂടെ പോയിട്ട് വേണം വീട്ടിൽ പോകാനെന്നാണ് അവൾ വാശി പിടിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അവളെയും കൂട്ടി 4 മണിക്കാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരുവഞ്ചൂരിൽ നിന്ന് നേരെ 4 മണിക്കാറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നത് എനിക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാനായിരിക്കും ഇവളുടെ സ്ഥിരവേര. വിശന്നിട്ടാണെ കണ്ണു പോലും കാണാൻ മേല. അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഒരു തെന്നിക്കളി. ഈ 4 മുട്ട ബജിയിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ആശുവിന് നമ്മൾ എന്ത് മേടിച്ചു കൊടുത്താലും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളത് ഒരു എക്സ്പ്രഷനിലൂടെ കാണിക്കാറുണ്ട്. അത് അവളുടെ മനസ്സിൽ നിന്ന് വരുന്ന എക്സ്പ്രഷൻ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്ലേറ്റ് കപ്പയും കൂടെ ഓർഡർ ചെയ്തു. കപ്പയും കാന്താരിയും കട്ടൻ കാപ്പിയും. ആഹാ അന്തസ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദയണ്ട അവൾക്ക് പിന്നെയും കളിക്കണമെന്ന്. ഓടുന്ന ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ, സീ യു, ടേക്ക് കെയർ.